ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് കഴിഞ്ഞിട്ടുള്ള ആക്ടിവിറ്റീസ് കേരളത്തിൽ ഭയങ്കരമാണ്. എന്തൊക്കെയാ മറ്റേ ഒരു പയ്യൻ ചോദിക്കല്ലേ, എന്തൊക്കെയാ സംഭവിക്കുന്നത് ഇവിടെ, എന്താ ഇവിടെ നടക്കുന്നത്? അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇയാളെ എനിക്ക് പണ്ടേ ഇഷ്ടമല്ല, ഈ കാണുന്ന ആള്. നിങ്ങൾക്ക് ക്ലിയർ ആണോ എന്നറിയില്ല. ഇയാളുടെ പേരാണ് രഞ്ജിത്ത്. ഇയാളുടെ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുക്കാം. കാരണം ഇത് ഇപ്പോൾ നമ്മൾ ഈ ഫോട്ടോ ഈ ആർട്ടിക്കിൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കോപ്പിറൈറ്റ് അടിക്കും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെച്ചു. എന്തൊക്കെയാ ആ പെണ്ണുമ്പിള്ള പറയുന്നത്? അവരെ Probably Mr. Ranjit himself was drinking. I was offered a drink. I declined. And while I was talking over the phone, he was fidgeting with my bangles. So, but I had given him the benefit of doubt, thinking that maybe I am overthinking about it. So, I was continuing with the phone call. And then he tried to touch me at the nape of my neck, which was completely unprecedented. And exactly during that time, I excused myself. I came into the drawing room where people were, gathered. And I called Mr. Shankar and I told him specifically that I'm not going to do this. അതായത് സംസാരിച്ചോണ്ട് ഇരിക്കുന്നതിന്റെ ഇടയിൽ ഇങ്ങനെ വാളയിലൊക്കെ ഇങ്ങനെ തൊട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ ഫുള്ളി ഇങ്ങനെ റൊമാൻറ്റിക് മൂഡിലായിരുന്നേ. ഭയങ്കര കഥാകൃത്താണല്ലോ, ഭയങ്കര ക്രിയേറ്റീവ് ജയന്റ് എന്നൊക്കെ പറയാം. എന്ത് മനുഷ്യനൊക്കെയാണ്. ഒന്ന് രഞ്ജിത്ത്, ഒന്ന് സിദ്ദിഖ്, ഇതൊക്കെ ഇൻഡസ്ട്രിയിൽ നിന്ന് ഔട്ടാവാനുള്ള സമയമായെന്ന് തോന്നുന്നു. അതാണ് എനിക്ക് ഇപ്പോഴത്തെ ഈ പോക്ക് കണ്ടിട്ട്. പക്ഷെ ഇവര് എല്ലാം വന്നിട്ട് അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല, നിഷേധം. അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല. ഇത് അമ്മയുടെ അകത്ത് സംഭവിച്ച കാര്യങ്ങളാണ്. നിങ്ങൾ അമ്മയില് നിങ്ങള് മെമ്പറാണോ? അല്ല. അപ്പൊ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള അധികാരമായിരുന്നു. മന്ത്രി വന്നിട്ട് പറയുന്ന കാര്യം എന്തുവാ ഈ പുള്ളി പറയുന്ന ഒരു ഊഹാഭോഗം. ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റിയുടെ ഒരു ഊഹാഭോഗം, അതിൽ നിന്ന് നമുക്ക് കേസെടുക്കാൻ പറ്റില്ലെന്നാണ് പുള്ളി പറയുന്നത്. ഇത് മുന്നോട്ട് വരുമ്പോൾ പരാതിയിൽ പറയുന്ന കാര്യങ്ങളുടെ വസ്തുത പരിശോധിക്കേണ്ടത് ബന്ധപ്പെട്ട പോലീസും ബന്ധപ്പെട്ട നിയമവകുപ്പാണ്. ഇന്നലെ ഇത് തരത്തിൽ ബഹുമാനപ്പെട്ട രഞ്ജിത്തിനെതിരായിട്ടുള്ള ആരോപണം ബഹുമാനപ്പെട്ട രഞ്ജിത്ത് മാധ്യമങ്ങളുടെ അറിഞ്ഞിട്ടു. അത് സംബന്ധിച്ച് രഞ്ജിത്ത് മറുപടി പറഞ്ഞു. ആ മറുപടി അവരുടെ ആരോപണവും അല്ലെ അവരുടെ ആക്ഷേപമാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത്. അത് സംബന്ധിച്ച് അവർക്ക് പരാതി ഉണ്ടെങ്കിൽ വരട്ടെ. അവര് പറയല്ലേ, അവരൊരു ആരോപണം ഉന്നയിക്കുകയാണ്. ഒരു സ്ത്രീ മുന്നോട്ട് വന്ന് ആരോപണം ഉന്നയിക്കുകയാണ് അല്ലേ? അപ്പൊ അത് പരിശോധിക്കണ്ടേ, അത് അന്വേഷിക്കണ്ടേ? വെച്ച് കീറുന്നുണ്ട്. രാജിവെക്കൂ, പുറത്തു പോകൂ. ഇവിടങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ സ്ത്രീകൾക്കെതിരായ ആക്രമണമോ അല്ലെങ്കിൽ മോശപ്പെട്ട പ്രവണതകൾ സംഭവിച്ചാൽ സ്ത്രീകളോടൊപ്പമാണ്, ഇരയോടൊപ്പമാണ്. വേട്ടക്കാരൻ ഇരയോടൊപ്പമാണ്, വേട്ടക്കാരനൊപ്പം അല്ല. അങ്ങനെ പരാതി അവര് രേഖാമൂലം തന്നാൽ നിയമം പറയുന്നതാണ്. ഞങ്ങൾ പഠിച്ച നിയമം അതാണ്. ഞങ്ങള് നിയമ വിദഗ്ധന്മാരുമായിട്ട് ചർച്ച ചെയ്തപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അഡ്വൈസ് അതാണ്. ഒരാളൊരു പരാതി തന്നാൽ ആ പരാതിന്മേൽ നമുക്ക് എഫ്ഐആർ ഇടാം, നമുക്ക് നിയമ നടപടി സ്വീകരിക്കാം. ഏതെങ്കിലും ഊഹാപോഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും കമ്മിറ്റിയുടെ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ നമുക്കൊരു തീരുമാനമെടുത്തൊരു എഫ്ഐആർ ഇട്ടാൽ അത് നിലനിൽക്കില്ല. ഒരു ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ തന്റെ നിരപരാധിത്വം പറഞ്ഞു കേട്ടില്ലേ? ഏതെങ്കിലും ഒരു കമ്മിറ്റി 1 കോടി രൂപ ഇതേ സർക്കാർ നമ്മുടെയൊക്കെ ടാക്സ് പൈസയിൽ നിന്ന് പിരിച്ച 1 കോടി രൂപ ചെലവ് ചെയ്ത് ഇതേ സർക്കാർ നിയമിച്ച ഒരു കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റി. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അത് ഊഹാഭോഗം എന്നാണ് പുള്ളി പറയുന്നത്. എന്താ പറയുക? ഇത് നമ്മളെ രഞ്ജിത്തിനുണ്ട്. അതുവരെ അദ്ദേഹം മാറി നിൽക്കുകയാണ് നല്ലത്. അദ്ദേഹം ഇപ്പൊ സർക്കാരിന്റെ സ്ഥാനം വഹിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നിരപരാധിത്വം തെളിയിക്കാനുള്ള സന്ദർഭം ഒരുക്കുകയാണ് വേണ്ടതായിട്ടുള്ളത്. അത് സത്യമാണോ ശരിയാണോ നമുക്കറിയില്ല. ഒരു ആരോപണമാണ് ഉണ്ടായിരിക്കുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞത്, നിങ്ങൾ രാജിവെക്കൂ, പുറത്തു പോകൂ എന്ന് കടുത്തു പറയാതെ ജനാധിപത്യ മര്യാദ എന്ന് പറയുന്നത്. വേട്ടക്കാരെ ന്യായീകരിക്കുകയും ഇരകളെ തള്ളിപ്പറയുകയും ചെയ്യുന്ന ഒരാൾ നിയമപരമായ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം മറന്നുകൊണ്ട് കേസെടുക്കില്ല, പരാതി തന്നാൽ മാത്രമേ കേസെടുക്കുള്ളൂ എന്ന് പറയുന്ന സജി ചെറിയാൻ. ഇതിനകത്ത് ഒരു പോയിന്റ് ഞാൻ കേട്ടു.
അതായത് മുഖ്യമന്ത്രിക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അവനെ അറസ്റ്റ് ചെയ്യാൻ, ആ പോസ്റ്റ് ഇട്ടവനെ അറസ്റ്റ് ചെയ്യാൻ ഇവിടെ നിയമവും കാര്യങ്ങളും പോലീസിനൊക്കെ കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു നടി വന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ എന്താ ഒന്നും ചെയ്യാൻ പറ്റില്ലേ എന്ന് പുള്ളി ചോദിച്ചു. പക്ഷേ നടി ഇപ്പോൾ ഉള്ളത് അങ്ങ് കൽക്കത്തയിലാന്ന് തോന്നുന്നു. അങ്ങനെ ഒരു എര വന്ന് ഞങ്ങളോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതല്ലോ. പിണറായി വിജയനെതിരെ ഏതൊരു പോസ്റ്റ് ഇട്ടാൽ അപ്പൊ തന്നെ ആ പോസ്റ്റ് ഇട്ട ആൾക്കെതിരെ നടപടിയെടുക്കാൻ പോലീസ് വീട്ടിലെത്തൂലോ. അങ്ങനെ ചെയ്യുന്ന പിണറായി വിജയന്റെ സർക്കാരിന് ഇത്രയും വലിയ ഗുരുതരമായ ഒരു ആരോപണം ആ സ്ത്രീ അത് കറക്റ്റ് അല്ലേ പുള്ളി പറഞ്ഞത്? ഒഴിയുന്നതായിരിക്കും നല്ലത്. അദ്ദേഹം ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. അദ്ദേഹം സത്യപ്രതിജ്ഞാ ലംഘനം നടത്തി നിയമപരമായ ബാധ്യതയിൽ നിന്ന്, ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പുറത്തുവിട്ടപ്പോൾ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞതിൽ നിന്നും സർക്കാർ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി ആ റിപ്പോർട്ടിൽ കൃത്രിമം വരുത്തി. ഈ 3 കാര്യങ്ങൾ ചെയ്ത സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ, റിപ്പോർട്ടിൽ കൃത്രിമം വരുത്തിയത് പുള്ളിയാണ്, സജി ചെറിയാൻ എന്നാണ് നമ്മുടെ കോൺഗ്രസിന്റെ ആള് പറയുന്നത്. രാജിവെച്ച് പുറത്തു പോകണം. ഒരാളൊരു ആകാശത്തുനിന്ന് ഒരു കാര്യം പറഞ്ഞാൽ അതിന്മേലൊരു കേസ് എടുക്കാൻ പറ്റും? ഞാൻ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളെ ഇരക്കൊപ്പമാണ്, സ്ത്രീകളോടൊപ്പമാണ്. ഞാൻ വ്യക്തമായി പറയുന്നു, കേരളത്തിലെ തൊഴിലിടങ്ങളിൽ ഒരു സംശയം വേണ്ട, ഒരു സ്ത്രീയും ആക്രമിക്കപ്പെട്ടാൽ വിട്ടുവീഴ്ചയില്ല, നടപടി ഉണ്ടാവും. ആ നടപടി ഉണ്ടാകണമെങ്കിൽ രേഖാമൂലം പരാതി വേണം. രേഖാമൂലം പരാതി ഇല്ലാത്ത ഒരു പ്രശ്നത്തിന്മേൽ ഒരു കേസ് എടുത്താൽ നിലനിൽക്കില്ല എന്ന് സുപ്രീം കോടതി പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ നിയമനിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ വ്യക്തമായി പറഞ്ഞത്. ആർക്കെങ്കിലും പരാതി ഉണ്ടോ? ഞാൻ മന്ത്രിയായി ഇത്രയും നാൾ ആരും പരാതി തരാത്തൊരു പരാതി. അപ്പൊ ഇതൊക്കെ നമ്മള് സാങ്കേതികമായി നമുക്ക് പറയാം, യാന്ത്രികമായി നമുക്ക് പറയാം, പക്ഷെ നിയമപരമായി പറയാൻ പറ്റില്ല. സർക്കാർ എനിക്ക് ചിരിയാണ് വരുന്നത്. എന്തോ ഈ കാണിച്ചു കൂട്ടിയിരിക്കുന്നു. എല്ലാത്തിനും ഒരു അവസാനമുണ്ട് എന്നൊരു വിശ്വാസം ഉണ്ടല്ലോ. എല്ലാത്തിനും ഒരു അവസാനമുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് സിനിമാ ഫീൽഡിൽ ഈ വമ്പന്മാരുടെയൊക്കെ അവസാനമാണെന്ന് തോന്നുന്നു. ഞാൻ ആദ്യം ഒരു വീഡിയോ ചെയ്തു. അതിനകത്ത് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ, സിനിമ ഒരു അഴുക്ക് ജാലാണ്, സിനിമ ഒരു വൃത്തികെട്ട സ്ഥലമാണ്. അവിടെ പോകുമ്പോൾ ശ്രദ്ധിക്കാതെ പോയി പെട്ട് കഴിഞ്ഞാൽ പെട്ടത് തന്നെയാണ്. പിന്നെ ഈ കണകുണ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ സ്ത്രീകളൊക്കെ വന്നിട്ട് ഈ ഓരോ വെളിപ്പെടുത്തലുകൾ നടത്തുന്ന കാണുമ്പോൾ, നമ്മളെ സിദ്ദിഖിനെതിരെ പുള്ളിക്കാരി പറഞ്ഞത് കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. സിദ്ദിഖിനെ ക്രിമിനൽ എന്ന് വിളിക്കുന്ന ഒരു സംഭവമുണ്ട്. പിന്നെ പുള്ളിക്കാരി ഭയങ്കര ബോൾഡായിട്ട് വർത്തമാനം പറഞ്ഞ കെൻ ഐ ലിക്ക് യു എന്ന് സിദ്ദിഖ് ചോദിച്ചെന്നു. അത് പുള്ളിക്കാരി ഒരു TV ചാനലിൽ വന്ന് അത് പറയണമെങ്കിൽ പുള്ളി മുന്നിൽ നിന്ന് മാസ്റ്റർബേറ്റ് ചെയ്തെന്നു. അമ്മ സംഘടന കഴിഞ്ഞു മക്കളെ. ഇത് ഇത്രയും വലിയൊരു വെളിപ്പെടുത്തൽ, ഇത് ഭയങ്കര നാണക്കേടാ. ഇതിപ്പോ അവർക്കെതിരെ, രേവതിക്കെതിരെ ഇവര് മാനനഷ്ടത്തിന് കേസെടുക്കുമെന്ന് അറിയില്ല. അതായിരിക്കും ഇവര് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അവരുടെ കയ്യിൽ വല്ലതും പ്രൂഫ് ഉണ്ടെങ്കിൽ അപ്പൊ കാണാൻ കളി. ഇന്നലെ അമ്മ ജനറൽ സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനം രേവതി കണ്ടിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അതിൽ സിദ്ദിഖ് അത്ഭുതം കൂറുന്നുണ്ട്. ഇന്നേ വരെ അങ്ങനെ ഒരു പരാതി കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല എന്നാണെന്ന് മാത്രമല്ല, ഇതൊക്കെ ക്രിമിനൽ കുറ്റമാണെന്ന് പറയുന്നുണ്ട് ഇന്നലെ സിദ്ദിഖ്. രേവതിക്ക് അത് കേട്ടപ്പോൾ തോന്നിയത് എന്താണ്? രേവതിയുടെ അനുഭവം എന്താണ്? ഒട്ടും തന്നെ ഷോക്കിംഗ് അല്ല എന്നുള്ളതാണ്. ഒട്ടും തന്നെ ഷോക്കിംഗ് അല്ല. കാര്യം അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് കാര്യം. ഹി ഹിംസെൽഫ് ഇസ് എ ക്രിമിനൽ. കാര്യം എനിക്ക് ആദ്യം ഇതിങ്ങനെ നമ്മളെ ഫീഡിൽ ഈ ഒരു ഇദ്ദേഹത്തിന്റെ റെസ്പോൺസ് ഇങ്ങനെ പോകുന്ന സമയത്തും ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാന് സ്കിപ്പ് ചെയ്ത് കളയുമായിരുന്നു. കാര്യം ഈ മെലോ ഡ്രാമ കാണാൻ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് ബീങ് എ സർവൈവർ. കാര്യം അപ്പം സ്വാഭാവികമായിട്ട് ഇൻസ്റ്റിങ് തന്നെ നമുക്ക് വല്ലാത്തൊരു രീതിയിലുള്ള റെസ്പോൺസ് ആയിരിക്കും, ഫിസിയോളജിക്കലി ആണെങ്കിലും എല്ലാ രീതിയിലും നമുക്ക് തരുന്നുണ്ടായിരിക്കുന്നത്. അപ്പം എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാള് ഇതൊക്കെ ക്രിമിനൽ ആക്ടിവിറ്റീസ് ആണ് എന്നൊക്കെ പറയുമ്പോൾ ഇത്രത്തോളം അവയർനെസ് മിസ്റ്റർ സിദ്ദിഖിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്നെ ഏറ്റവും വലിയ അത്ഭുതം. ഇത്രത്തോളം അവയർനെസ് ഉണ്ടായിരുന്നു. അപ്പം ഇദ്ദേഹം തുറന്ന് പറയാണ് ഒരു മീഡിയയിൽ വെച്ചിട്ട് തന്നെ, ഇദ്ദേഹം എന്നെ ട്രാപ്പിലാക്കിയപ്പോഴും, അല്ലെങ്കിൽ പിന്നെ എന്നെ സെക്ഷുവലി അബ്യൂസ് ചെയ്തപ്പോഴും, അല്ലെങ്കിൽ എന്റെ ഫ്രണ്ടില് ഇദ്ദേഹം മാസ്റ്റർബേറ്റ് ചെയ്തപ്പോ, അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യാൻ സമ്മതിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അറ്റ്ലീസ്റ്റ് കൺസിഡർ മീ ടു ലിക്ക് എന്ന് പറഞ്ഞപ്പോ, പല ആക്ഷൻസും ഇയാള് ആ ഒരു സമയത്ത് ഇയാള് ചെയ്ത സമയത്ത്, എന്നെ അറ്റാക്ക് ചെയ്ത സമയത്ത് ഒന്നും ഇയാൾക്ക് ഫീൽ ചെയ്തില്ല. ഒന്നെങ്കിൽ ഈ സ്ത്രീക്ക് തലയ്ക്ക് വട്ട്, അല്ലെങ്കിൽ മറ്റേ
എന്തും പറയാൻ മടിയില്ലാത്ത ആള്. അല്ലെങ്കിൽ ഇതെല്ലാം സംഭവിച്ചതാണ്. ഞാൻ എന്താ ഈ പൊട്ടനെ പോലെ സംസാരിക്കുന്നത് നിങ്ങൾ വിചാരിക്കരുത്. സിദ്ദിഖിനെ പോലെ ഒരാളിനെ കുറിച്ച് ഈ ഒരു സന്ദർഭത്തിൽ വന്ന് പറയണമെങ്കിൽ അതിന് കുറച്ച് ഗട്ട്സും കാര്യങ്ങളൊക്കെ വേണം. ഇപ്പൊ പുറകിൽ ആരോ ഉണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ. അല്ലാതെ ഇവര് ഇനിഷ്യേറ്റീവ് എടുത്തിട്ടാണ് ഈ ചെയ്യുന്നെങ്കിൽ ഭയങ്കര സംഭവം, ഭയങ്കരമായിപ്പോയി ഇവര്. പക്ഷെ ഇവര് കംപ്ലൈന്റ് ചെയ്ത് ഇത് പ്രൂവ് ചെയ്യാനാണ് പ്രശ്നം. ഇതിപ്പോ ഇവര് കംപ്ലൈന്റ് ഒന്നും ഇല്ലെന്നാ പറയുന്നത്. ഞാനിപ്പോ കംപ്ലൈന്റ് ചെയ്താലും കംപ്ലൈന്റിന്റെ പുറകിനൊക്കെ പോയിട്ട് എത്ര കാലം പിടിക്കും, കംപ്ലൈന്റ് ചെയ്ത ആൾക്കാരെ കുറിച്ചൊക്കെ അവരൊക്കെ അനുഭവിക്കുന്ന വെർബൽ റേപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ് എന്ന പുള്ളിക്കാരി പറയുന്നുണ്ട്. പക്ഷേ ഇത് ഈ സിദ്ദിഖ് ഇത് എങ്ങനെ നേരിടും എന്നുള്ളതാണ്. സിദ്ദിഖ് ഇപ്പൊ ഈ അടുത്താണ് പുള്ളി ഇത്രയും സജീവമായിട്ട് ഭയങ്കര വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ ആയിട്ട് ഭയങ്കര ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. ഇന്നലെയും പുള്ളി ജോമോളും പിന്നെ ആരാ 2-3 ആൾക്കാർ സൈഡില് മണിക്കുട്ടനും പിന്നെ ആരൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇങ്ങനെ അങ്ങനെ ഒന്നും അതായത് അമ്മ എന്ന സംഘടനയുടെ AMMA സംഘടനയില് ഒരു കംപ്ലൈന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് അതിന് ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യും, നമ്മൾ പ്രതികരിക്കും, നമ്മളത് അതിനുള്ള എന്ത് ആവശ്യം ഉണ്ടെങ്കിലും. ഒരിക്കലും അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ മഞ്ജു വാര്യരെ വെച്ച് കീറുന്നുണ്ട് ആൾക്കാർ. മഞ്ജു വാര്യരാണ് ജൂദാസ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്ത്രീകളൊക്കെ ഇപ്പൊ നടത്തുന്ന വെളിപ്പെടുത്തൽ അത് എന്തുകൊണ്ട് നേരത്തെ നടത്തിയില്ലെന്ന് ചില ഊളന്മാര് ചോദിക്കും. എന്താന്ന് വെച്ചാൽ നേരത്തെ നടത്തി കഴിഞ്ഞാൽ അവരെ നോട്ട് ചെയ്യില്ല. ഇനിയിപ്പോ ഇത്രയും വലിയ ഒരു പ്രശ്നം വരുമ്പോ തന്നെ ഒരു മന്ത്രി വന്നിട്ട് എന്താ പറയുന്നത്, ഓരോ ആൾക്കാർ പറയുന്ന പരാതി തന്നാലേ ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ, നിയമപരമായിട്ട് പോയാലേ. അപ്പൊ നിയമപരമായിട്ട് പോകാൻ അവർക്ക് ആഗ്രഹമില്ലെന്ന്. ശരിക്കും പറഞ്ഞാൽ ഇവരെയൊക്കെ ബോയ്ക്കോട്ട് ചെയ്യണം. നമ്മളെ പോലത്തെ ആൾക്കാർ, നമ്മളിപ്പോ സിനിമയൊക്കെ ഇതുപോലത്തെ ആൾക്കാർ സിനിമയിൽ വരുമ്പോ നമ്മൾ ഈ സിനിമ ഒന്നും കാണരുത്. ഇവനൊക്കെ ഇനി എന്ത് മോന്തയും വെച്ചോണ്ട് വന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. സിദ്ദിഖിന്റെ ഇത് കണ്ടിട്ട് ഇത് സത്യമാണെങ്കിൽ, ഇത് സത്യം അല്ലെങ്കിൽ തമാടിത്തരമാണ്. അത് ഒരുപാട് ഈ പെണ്ണുങ്ങൾ അങ്ങനത്തെ പരിപാടിയും കാണിക്കാറുണ്ട്, അങ്ങനത്തെ പെണ്ണുങ്ങളും ഉണ്ട്. അതില്ലെന്നല്ല ഞാൻ പറയുന്നത്. എന്നാലും പുള്ളിക്കാരി പറയുന്ന കേൾക്കുമ്പോ ഒരു റിയാലിറ്റി പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ട്രൂത്ത് ആയിട്ട് എനിക്ക് പേഴ്സണലായിട്ട് അങ്ങനെയാണ് തോന്നിയത്. എന്താണേലും അടുത്ത ദിവസങ്ങളിൽ കാണാം ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ളത്. സിദ്ദിഖും രഞ്ജിത്തിന്റെ കാര്യം ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അത് കഴിഞ്ഞെന്ന് തോന്നുന്നു. ഫിനിഷ്, ബൈ ബൈ, ഗോ ഹോം. പല നാൾ കള്ളൻ ഒരു നാൾ എത്ര കാലം പറ്റിക്കും, എല്ലാത്തിനും ഒരു അവസാനമുണ്ട്. അതാണ് ഈ ഭൂമിയുടെ ഈ ലോകത്തിന്റെ ഒരു കളിയാണത്. അതൊരു ഭയങ്കര സംഭവമാണ്. അതിനെ നമ്മൾ ചിരിച്ചു തള്ളും, നമ്മൾ അതിനെ ക്രിഞ്ച് എന്ന് പറയും, അത് വേസ്റ്റ് പോടെ എന്ന് പറയും. പക്ഷേ അവസാനമുണ്ട്. ലോകത്തിന് അവസാനം ഉണ്ടെന്നല്ല, ഓരോരോ ഈ പ്രവൃത്തിയും കാര്യങ്ങൾക്കൊക്കെ ഓരോന്നിനും ഒരു അവസാനമുണ്ട്, നല്ലതായാലും ചീത്തയായാലും.